രാജൻ കുഞ്ഞിന്റെ മോളാത്രേ, ഒറ്റയ്ക്കേ ഉള്ളൂ. അനുവാദമില്ലാതെ അകത്ത് പോകാൻ പാടില്ല. അനുവാദം? എന്റെ വീട്ടുകാരൻ എനിക്ക് തന്റെ അനുവാദം വേണം. നമ്മളുടെ അനുവാദമല്ല. പിന്നെ മാറാൻ. ഇതാരാണ്? അമേരിക്കന്ന് വന്നതാണെന്ന് പറഞ്ഞു. നമ്മൾക്ക് വിശ്വാസമല്ല കേട്ടോ. അല്ലാ, ഇതൊക്കെ നമ്മളെ ഡ്യൂട്ടി പെട്ടാണ്. കേറ്റി വിടല്ലേ? വാ മോനെ കുടി. എന്റെ പൊന്നു കുഞ്ഞെ, ഇപ്പഴങ്ങോട്ട് പോകണ്ട. തമ്പി അങ്ങ് ആകെ ദേഷ്യപ്പെടുന്നത്. ഞാൻ ക്ഷണക്കത്ത് കിട്ടിയിട്ട് വന്നതാ. കുഞ്ഞിത്തിരി നേരം ക്ഷമിക്ക്. കുഞ്ഞിനേര് മേളിപ്പോത്തി പോരാ. ഡോ, കുഞ്ഞിനെ അങ്ങോട്ട് ഇരുത്തു. അപ്പുറത്തോട്ടിരിക്ക. സോഫയുണ്ട്. ആരാ ക്ഷണക്കത്ത് അയച്ചത്? എന്റെ അനുവാദം കൂടാതെ ആരാ ക്ഷണക്കത്ത് അയച്ചതെന്ന്? ഈശ്വരനാണ്, എനിക്കറിയില്ല. വല്ലാത്തൊരു പെൺകുട്ടിയല്ലേ, ചറവറാന്നുള്ള വർത്താനം. ഒരു സംഗതി പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ല. ഉമ്മറത്തെ സോഫയിലിരിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല. രാജൻ സാറിന്റെ മുറി തള്ളി തുറന്ന് അതിന്റെ അകത്ത് കയറിയിരിക്കുക. ഞാൻ നമ്മള് വേണുവിനെ കാവലിരുത്തിട്ടാ പോന്നത്. അല്ല, എന്താ വേണ്ടത്? ഇരുന്നോട്ടെ എന്നാണ് ഇരുന്നോട്ടെ. ഇറക്കി വിട, ഇപ്പൊ ഇറക്കി വിടാ. ഓടിയിറങ്ങി വന്ന് എന്റെ പൊന്നുമോളെ കണ്ണു നിറച്ചൊന്ന് കാണണമെന്ന് മനസ്സ് കൊതിച്ചതാ. മുത്തച്ഛനോ? ഇഷ്ടമില്ലാത്തോണ്ടല്ല, മുത്തച്ഛന്റെ സ്വഭാവം അങ്ങനെയാ. ഡാഡി എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവരെന്താ വരാഞ്ഞേ? ഭാഷയ്ക്ക് അവിടെ ഒട്ടും പുറകിലില്ലല്ലോ. വെറുതെ ഒരു ക്ഷണക്കത്ത് കിട്ടിയെന്ന് വെച്ച് വലിഞ്ഞു കയറി പോരണ്ടെന്ന് എന്നോട് പറഞ്ഞതാ. അവന് ഇഷ്ടമില്ലാണ്ടാ പോന്നേ? ഇഷ്ടക്കുറവൊന്നുമില്ല. എന്നാലും ഇക്കണ്ട ദൂരം ഒറ്റയ്ക്ക്. മുത്തച്ഛനെയും മുത്തശ്ശിയും കാണാനുള്ള കൊതിയുണ്ടല്ലേ? എഴുന്നേറ്റും തോന്നണു. മുൻചണ്ടി ഉണ്ടെന്നേ ഉള്ളൂ. കുട്ടികളുടെ മനസ്സാ. ഒന്ന് നോക്കിയും കണ്ട് നിന്നാ മതി. ഭാഷക്കാരൊക്കെ മോന്തം വീർപ്പിച്ച് അവിടെ ഇവിടെ ഇരിക്കും. എനിക്കെന്റെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും കൂടെ കുറച്ചു ദിവസം താമസിക്കണം. മോള് കിടന്നോ, മുത്തശ്ശി കാലത്ത് വരാം. മുത്തശ്ശി, ഗുഡ് നൈറ്റ്. മോളെ, രാജിമോളെ, രാജിമോളെ, മോളെ, മോളെ, രാജിമോളെ, മോളെ, എന്ത് കൊച്ചമ്മേ? മോളെ, വിളിച്ചിട്ട് തുറക്കണില്ല. മോളെ, മോളെ, പോയി കുഞ്ഞിനെ വിളിച്ചോണ്ട് വാ. പോ മോളെ, മോളെ, കുഞ്ഞിനേട്ടാ, കുഞ്ഞിനേട്ടാ. ഞാനാ സുഭദ്രാമനെ വിളി വെക്കണു. വാടോ.
എന്താ കുഞ്ഞിനേട്ടാ, ഒന്ന് ഓടി വായോ. എന്തിനാ വാല് തുറക്കണില്ല. ആരുടെ രാജകുഞ്ഞിന്റെ മുള്ള വാല് തുറക്കണില്ല. ഒന്ന് ഓടി വായോ. മോളെ മോളെ എന്തേ എത്ര വിളിച്ചിട്ടും കുട്ടിയുടെ ഒരു മറുപടി ഇല്ല കുഞ്ഞുനേരെ. രാജകുഞ്ഞേ രാജിക്കുഞ്ഞ് രാജകുഞ്ഞേ രാജിക്കുഞ്ഞ് രാജിക്കുഞ്ഞ് കുഞ്ഞേ കുഞ്ഞേ കുറ്റി കുറ്റി ദോ കുറ്റി അകത്തിട്ടിരിക്കുക. അത് തുറക്കാനുള്ള ശ്രമ. ഞാൻ പോയി പാര എടുത്തോണ്ട് വരട്ടെ. അതിന്റെ ഇടയ്ക്ക് വേറൊരു പാര വാതിൽ ദേ തുറക്ക്. വരണം. രാജേ വാതിൽ തുറക്ക്. മോളെ ഒന്ന് തുറക്ക് രാജേ. മോളെ ഇതൊരു ഗുൽമാല. ഞാൻ ഇതുകൊണ്ടൊന്ന് ശ്രമിക്കാം. മോളെ പോലീസിൽ മോളെ. അകത്ത് ആളും എന്റെ ഈശ്വര. ചിലപ്പോൾ വല്ല ബോംബ് പൊട്ടി സത്യ കാണും. മിണ്ടാതിരിക്കടോ. മോളെ ഇവിടെ കുത്തി ഇവിടെ കുത്തി. ഇവിടെ തന്നെയാണ് കുത്തേണ്ടത്. തുറക്കടോ. ഉം. ഉം. ഞാൻ തുറക്കാം. തുറന്നു. വാതിൽ തുറന്നോ. മാറി നിൽക്കാൻ. മോളെ 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 കുഞ്ഞുണ്ണിയാരെ ഓ. കുറച്ച് വെള്ളം തളിച്ചു നോക്കൂ. ആ. മോളെ മോളെ മാറൂ. തളിക്കൂ. അനക്കമുണ്ട് അനക്കമുണ്ട്. മോളെ എഴുന്നേറ്റ് കതവ് തുറക്ക്. എന്താ മോളെ, എന്താ പറ്റിയ നിനക്ക്? നേരം വെളുക്കോളം ഉറക്കം വന്നില്ല. പിന്നെ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടാ കിടന്നത്. എപ്പോഴും ഇത് കഴിച്ചിട്ടാ മോൾ ഉറങ്ങണേ? നോ, ഉറക്കം വരാതാവുമ്പോ മമ്മി കഴിക്കാറുണ്ട്. മുത്തശ്ശിയെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീയെ. അവൻ വന്ന് ചോദിച്ചാ എന്ത് പറയുമെന്നായിപ്പോയി ഞാൻ. അവിടുത്തെ രാത്രി ഇവിടുത്തെ പകലും ഇവിടുത്തെ പകൽ അവിടുത്തെ രാത്രിയും ആയതുകൊണ്ടുള്ള ഒരു കൊളാബറേഷൻ ആണ്. സാരമില്ല, ശീലമായിക്കോളും. അത് ഗുളിക കഴിക്കരുത്, കേടാണ്. ഒരു ഗുളിക പണ്ട് ഞാൻ ഡോ, 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 മതി. മാറിഞ്ഞ് ബാക്കി തേങ്ങ മുറി തിന്നണം. ചെന്നിരുന്ന് പറഞ്ഞോളൂ. മോളെ, എന്റെ മോളെ. ഡോ ബാങ്കിൽ പണം അടച്ചിട്ട് വേഗം തിരികെ പോന്നോളൂ. അക്കരെ ചെന്നിട്ട് ഇറ്റാമിന്റെ കടയിൽ നിന്ന് സൈക്കിൾ എടുത്ത് പൊക്കോളൂ. നമ്മൾ ചായ തിന്നിട്ട് പോയാൽ പോരെ. ഇയാളുടെ സൗകര്യത്തിന് ചെല്ലുമ്പോഴേക്കും ട്രഷറി പൂട്ടും. എന്നാൽ ഇഡ്ഡലി തിന്നിട്ട് പോകാൻ കൊടുക്കാം. ഇയാള് പോടോ. കുഞ്ഞുണ്ണി അങ്കിൾ, ആ? ഇവിടെ. ആ എന്താ കാലത്തെ പേടിച്ചു പോയോ? ഓ ലേശം പരിഭ്രമിച്ചു. പിന്നെ ചോദിക്കണമെന്ന് പലവട്ടം ഓർത്താ സന്ദർഭം കിട്ടില്ല. എന്താ? എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഡാഡി പറഞ്ഞ അടയാളങ്ങളൊക്കെ വെച്ച് ഞാൻ ഊഹിച്ചതാ. ഓ ഇത് ആ ഈ അടുത്ത് വന്നതാ വേണു. അമേരിക്കയിൽ എവിടെയാണ് താമസം? അമേരിക്കയിൽ എവിടെയൊക്കെ അറിയും. അമേരിക്കയിൽ ഇങ്ങനെ പറയൂ പറയൂ. അമേരിക്കയിൽ ഇങ്ങനെ പല പല സ്ഥലങ്ങളുണ്ടല്ലോ. അതെ, ഇതെന്താ പെണ്ണുങ്ങളെ പോലെ കമ്മലിട്ടിരിക്കുന്നേ? ഇത് കമ്മളല്ല, കടുക്കനാണ്, കടുക്കൻ. കടുക്കനോ ആ, എന്ന് പറഞ്ഞാൽ എന്താ? കമ്മല് പോലെ തന്നെയാ. ഇവൻ ആണാണെന്ന് ഇവന്റെ അച്ഛനമ്മമാർക്ക് ഇപ്പോഴും ബോധ്യായിട്ടില്ല. അങ്ങനെയൊന്നുമല്ല, ഇത് ആചാരമാണ്, ജൈവികമാണ്. എന്താ കുഞ്ഞുണ്ണിയാരെ, അല്ല പൈത കാര്യം. വേണുവല്ല വിഡിത്തം പറഞ്ഞോ? അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ? മോള് വാ. ഇയാള് പോടോ. ഒരു കാര്യം, അമേരിക്കയിൽ വന്ന പെണ്ണുങ്ങളെ വെച്ച് കോൾ വെച്ച് ഗുൽമാലക്കാൻ കൊടുത്താൽ നമ്മളെ നല്ല സ്വഭാവം അറിയാം. അനാവശ്യ സുമ്പാറൊക്കെ കിട്ടാൻ മറത്തവേ കള്ളനായിന്റെ മക്കന്മാർ. ഇനി ഒരു കൂട്ടം കൂടി ഉണ്ട്. ആ അതെന്താ? അത് തരണ്ടെങ്കിൽ കണ്ണടച്ചിരിക്കണം. ശരി, കണ്ണടയ്ക്കൂ. ഓ.
ഇനി കണ്ണു തുറന്നോ. എന്താ മുത്തശ്ശി? എന്റെ മോനെ കണ്ടിട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റണില്ലല്ലോ. തലമുടി നരച്ചു അല്ലേ? ഡൈ ചെയ്യാൻ പറഞ്ഞ കേക്കണ്ടേ? മുത്തശ്ശി, ഇത് മുത്തശ്ശിന് കൊടുക്കാൻ വേണ്ടി ഡാഡി തന്നയച്ചതാ. ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരട്ടെ. അയ്യോ ഇപ്പൊ വേണ്ട മോളെ, ഒന്ന് തണുക്കട്ടെ, മുത്തശ്ശി കൊടുത്തോളാം. അത് പറ്റില്ല, എന്നോട് നേരിട്ട് കൊടുക്കണമെന്നാ ഡാഡി പറഞ്ഞിരിക്കുന്നെ. ഡോൺ വഴി മുത്തശ്ശി, I'll manage. കൈമളാച്ചാനല്ലേ അത്? സുഭദ്രാമേ